ബീഹാറിലെ നാടകീയ രംഗങ്ങൾക്ക് എങ്ങനെ പരിസമാപ്തിയാകും? നിതീഷ് കുമാർ വൈകിട്ട് ബി.ജെ.പി. പിന്തുണയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുമോ? വീണ്ടും മുഖ്യമന്ത്രിയായി? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ വസതിയിൽ ചേരുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി കാളിദാസ് ചേരുന്നു. കാളിദാസ്, നെല്ലും കല്ലും തിരിയുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ തുടർന്നുണ്ടാവും, അഭ്യൂഹങ്ങൾക്ക് വിരാമമാകും. എന്തൊക്കെയാണ് നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുന്ന വേളയിൽ ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, ബീഹാറിൽ നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും. ഇതിപ്പോൾ 2020 ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ പിളർപ്പാണ്. കാരണം NDA സഖ്യത്തിൽ മുഖ്യമന്ത്രിയായി 2020 അധികാരത്തിൽ മുഖ്യമന്ത്രിയായി കയറിയ നിതീഷ് കുമാർ 2022 അത് പിളർന്ന് RJDയുടെ കൂടെ ചേർന്ന് കോൺഗ്രസിൻ്റെ കൂടെ RJDയുടെ കൂടെ മഹാഗഠബന്ധൻ സഖ്യത്തിലേക്ക് ചേരുകയും അവിടെ പിന്നെയും RJD സപ്പോർട്ടോടുകൂടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2023 ഇന്ത്യ മുന്നണി തുടങ്ങാൻ ഏറ്റവും മുന്നിൽ നിന്ന നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ. 2023 തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രഖ്യാപനങ്ങളും പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും NDAയിലേക്ക് ഇനി തിരിച്ചു പോവില്ല എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ വരെ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ നാടകീയമായ രംഗങ്ങളാണ്, നാടകീയത നിറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം നിയമസഭാ കക്ഷി യോഗം ചേരും. അതേപോലെ തന്നെ മറ്റൊരു വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 12:30 നിതീഷ് കുമാറിൻ്റെ വസതിയിൽ BJP MLA-മാരും NDA സഖ്യത്തിലുള്ള പ്രധാന വ്യക്തികളും എല്ലാവരും ചേർന്ന് ഒരു കൂടിക്കാഴ്ച, JDU MLA-മാരും കൂടെ ചേർന്നുള്ളൊരു വലിയൊരു കൂടിക്കാഴ്ച നിതീഷിൻ്റെ വസതിയിൽ ഇന്ന് നടക്കും. വൈകുന്നേരത്തോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും എന്ന തരത്തിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും BJP പ്രസിഡന്റ് JP നദ്ദ ഇന്ന് പാറ്റ്നയിലെത്തും. കൂടെ അമിത്ഷായും പാറ്റ്നയിലേക്ക് ഇന്നെത്തും. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തന്നെ എത്തുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് നിതീഷ് കുമാറിൻ്റെ ഈ ഒരു ചാഞ്ചാട്ടം ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ബംഗാളിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര നാളെയാണ് ബീഹാറിലേക്ക് കടക്കുന്നത്. പക്ഷേ ബീഹാറിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന കക്ഷി തന്നെ ഇപ്പോൾ NDAയുടെ ഭാഗത്താണ്. ഈ JDUവിൻ്റെ ഭാഗത്തു നിന്നും ധാരാളം വിമർശനങ്ങൾ ഈ യാത്രക്കെതിരായി പുറത്തു വന്നിരുന്നു. കാരണം ആദ്യം രാഹുലിനോട് നിതീഷ് കുമാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ആദ്യം ഉള്ളിൽ തന്നെയുള്ള ഇന്ത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികൾ അകന്നു പോകുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള യാത്രകളിലേക്ക് കടക്കാൻ. അത് മാത്രമല്ല, ഈ യാത്ര കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് രാഹുൽ ഒന്നുകൂടി പരിശോധിക്കണം. അങ്ങനത്തെ രൂക്ഷ വിമർശനങ്ങൾ ജനതാദളിന്റെ ഭാഗത്തു നിന്ന് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ വിമർശനങ്ങളെല്ലാം മറികടന്നാണ് രാഹുൽ ഈ യാത്രയിലേക്ക്. നിതീഷ് കുമാർ എല്ലാ കാലത്തും ഇത്തരത്തിൽ അധികാരത്തോട് ഭ്രമം കാട്ടുന്ന ആളാണ്. ഒരു മൂല്യങ്ങളും തത്വദീക്ഷയും ഇല്ലാതെ തൻ്റെ കൂറുമാറ്റം വ്യക്തമാക്കിയ അധികാരത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് ഒടുവിൽ എത്തുമ്പോൾ തന്നെ നിരവധി സംശയങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും നിതീഷ് കുമാറിൻ്റെ ക്രെഡിബിലിറ്റിയെ, വിശ്വാസ്യതയെ സംബന്ധിച്ച്, അടിസ്ഥാനപരമായ വിശ്വാസ്യതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോയിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ BJP-യുമായി നീങ്ങുന്ന പഴയ കാല ആവർത്തനം വീണ്ടും നിതീഷ് കുമാർ കാട്ടുന്നത്. അത്തരത്തിലൊരു മൂല്യച്യുതിയുടെ സംഭവവികാസങ്ങൾ കൂടി അവിടെയുണ്ട്. RJD ഈ വിഷയത്തിൽ, ലാലു പ്രസാദ് യാദവിൻ്റെ, തേജസ് യാദവിൻ്റെ പാർട്ടി ഈ വിഷയത്തിൽ എന്തൊക്കെ നിലപാടുകളാണ് ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ പറയുന്നത്? കാളിദാസ്. അജിംഷാദ്, ഇപ്പോൾ ഇന്നലെ തേജസ്വി യാദവിൻ്റെ വസതിയിൽ വെച്ച് ഇപ്പോൾ നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് തേജസ്വി യാദവ്. കാരണം 2020 ഉണ്ടായ പിളർപ്പിന് ശേഷം RJD സഖ്യത്തിൽ അദ്ദേഹം നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി, കൂടെ ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവിനെ വെച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് തേജസ്വി യാദവ്. ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ തേജസ്വി യാദവിൻ്റെ വസതിയിൽ വെച്ച്, ഔദ്യോഗിക വസതിയിൽ വെച്ച് അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. RJD MLA-മാരുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിൽ അദ്ദേഹം MLA-മാരോട് പ്രത്യേകം പറഞ്ഞത് കളികൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ബീഹാറിൽ എന്ന തരത്തിലൊരു സൂചനയാണ് നടന്നത്. മാത്രമല്ല, ഇവിടുന്ന് ഈ NDAയുടെ ഭാഗത്തുനിന്ന് ഒരു പിളർപ്പിനുള്ള ശ്രമം ഉള്ളതുപോലെ തന്നെ RJDയുടെ ഭാഗത്തു നിന്നും, RJD കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു പിളർപ്പ്, ജനതാദളിൽ നിന്നും കുറച്ച് MLA-മാരെ പിളർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്.
ഇത് മാത്രമല്ല എൻ ഡി എക്ക് ജനതാദളിനെ ഇങ്ങോട്ട് എത്തിക്കുന്നത് മാത്രമല്ലാതെ കോൺഗ്രസിൽ നിന്നും 7 തൊട്ട് 10 വരെ MLA-മാരെ കൂടി എൻ ഡി എയുടെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പിളർപ്പ് തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. വളരെ വലിയൊരു നാടകീയ രംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 243 മണ്ഡലങ്ങളുള്ള ബീഹാറിൽ 122 വേണം ഭൂരിപക്ഷം തേക്കാൻ. എന്തായാലും ഇപ്പോൾ തന്നെ 123 സീറ്റോളമായിട്ടുണ്ട്. കാരണം ജനതാദൾ എൻ ഡി എയിലേക്ക് ചേർന്നതിന് ശേഷമാണെങ്കിൽ ചേരുകയാണെങ്കിൽ 123 സീറ്റുകളാണ് കിട്ടുക. കൂടാതെ ഹിന്ദുസ്ഥാൻ ആവാദി മോർച്ച പാർട്ടി അതിൻ്റെ നേതാവും ഇതിന് കൃത്യമായി എൻ ഡി എയുടെ കൂടെ തന്നെയുണ്ട്. പോരാത്തതിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും 7 തൊട്ട് 10 വരെ MLA-മാരെ കൂടെ പിളർത്തുകയാണെങ്കിൽ ഈ സീറ്റിൻ്റെ എണ്ണം കൂടുകയുള്ളൂ. എന്തായാലും എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന തരത്തിൽ സൂചനകളുണ്ട്. മാത്രമല്ല ഗവർണറെ കാണാൻ കുറച്ചുകൂടി സമയം നിതീഷ് കുമാർ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമോ അല്ലെങ്കിൽ രാജിവെക്കാതെ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമോ എന്ന കാര്യത്തിലാണ് കുറച്ചൊരു ആശങ്കയുള്ളത്. എന്താണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും എന്ന തരത്തിലാണ് കൂടുതലും സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ രാജിവെച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള RJD MLA-മാരെ RJD മന്ത്രിമാരെ എല്ലാം മാറ്റി പകരം BJP MLA-മാരെ ഈ സ്ഥാനങ്ങളിലേക്ക് കയറ്റും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനുള്ളിൽ തുടങ്ങാറായിട്ടുണ്ട്. നമുക്കതിന് ശേഷം കൃത്യമായ വിവരങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാവുന്ന തരത്തിൽ വിവരങ്ങൾ ലഭിക്കും. അജിംഷാദ്. ശരി, കാളിദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങളിൽ വലിയ അസ്വസ്ഥത ആണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കകത്ത് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കാളിദാസ് നൽകിയത്.